പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും എല്ലാം യൂസ് ചെയ്യാവുന്നൊരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് സാരി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഈ മഴക്കാലത്തൊക്കെ പെട്ടെന്ന് വെയർ ചെയ്ത് പോകാനും എല്ലാം നല്ലൊരു കളർ ഷെയ്ഡിൽ നല്ലൊരു ബോർഡറുമായിട്ട് അതുപോലെ വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു സാരി. അപ്പോൾ ഈ സാരിയുടെ ബോർഡർ ഇങ്ങനെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നു. നല്ല തിക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ബോഡി പാർട്ടിൽ മൈന്യൂട്ടായിട്ട് സ്റ്റോൺസ് ഉണ്ട്. ഇത് പ്ലേറ്റ്സിൻ്റെ ഭാഗത്തും ആ ബോർഡർ വരുന്നു. അതുപോലെ ഹാഫായിട്ടും ആ മൈന്യൂട്ട് സ്റ്റോൺസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതിൻ്റെ പല കളറുകൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണാം. ഞാനിത് വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട്. ഇത് പ്ലേറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് പല്ലുവിൽ വരുന്ന ഡിസൈൻ. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. സ്ലീവിൻ്റെ എൻഡിൽ ചെറിയൊരു പൈപ്പിങ്ങും കൂടെ വന്നിട്ടുണ്ട്. ഇത് ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. മൈന്യൂട്ടായിട്ട് സ്റ്റോൺസ് വരുന്നുണ്ട്. ഇത് ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. താഴെ ആ ബോർഡർ വരുന്നു. പിന്നെ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മൈന്യൂട്ട് സ്റ്റോൺസ് അതൊത്തിരി അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് അങ്ങനെ കാണുന്നുമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഡിസൈൻ വരിക. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ. നല്ല സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. ഇത് പല്ലു വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ചെറിയൊരു പൈപ്പിങ്ങും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 975 ആണ്. ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ചെറുപയർ പച്ച കളറെന്ന് പറയും. ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് ബോർഡർ വരുന്നു. ഇങ്ങനെയാണ് ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഹാഫായിട്ടും ഇങ്ങനെ വരുന്നുണ്ട്. അത് ഫുള്ളായിട്ടും ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഈ ഡിസൈൻ ഇങ്ങനെ വരുന്നു. ഇതാണ് പല്ലുവിൻ്റെ ഡിസൈൻ വരുന്നത് വിത്ത് ബ്ലൗസ്. റേറ്റ് 975. ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പ്ലേറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വരുന്നു. നമുക്ക് വാഷ് ചെയ്യാവുന്നൊരു സാരിയാണിത്. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ചെറിയ പാർട്ടികൾക്കെല്ലാം ഇത് വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൽ വരുന്ന തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് വരുന്നു. റേറ്റ് വരുന്നത് 975 ആണ്. ഒരു ബ്രിക്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഇതിൻ്റെ പല്ലു വരുന്നു. ബോഡി പാർട്ട് മൈന്യൂട്ടായിട്ട് സ്റ്റോൺസ് എംബ്രോയ്ഡറി വർക്ക് തിക്കായിട്ട് തന്നെ വരുന്നു. ഇങ്ങനെയാണ് ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഇതാണ് ഇതിൽ വരുന്ന ഈ ഡിസൈൻ. വിത്ത് ബ്ലൗസും. റേറ്റ് 975. നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. ഇതിൻ്റെ മെറ്റീരിയലിലും റേറ്റിലും ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെയാണിത് വരിക. പിന്നെ ഈ മോഡൽ ഏകദേശം ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്ന ആ സാരി പോലെയാണ്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയലിലും അതുപോലെ ഇതിൻ്റെ ഡിസൈനിലും എല്ലാം ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തന്ന സാരിയിൽ ഇങ്ങനെ തന്നെയാണ്. വൺ സൈഡിൽ ബോർഡറായിട്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ തന്നെ വരുന്നു. പക്ഷേ മെറ്റീരിയലിൽ ഡിഫറൻസ് ഉണ്ട്, ഡിസൈനിലും ഡിഫറൻസ് ഉണ്ട്, റേറ്റിലും ഡിഫറൻസ് ഉണ്ട്. 1135 ആണ് ഇതിൻ്റെ റേറ്റ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. നമ്മുടെ പ്ലേറ്റ്സിൻ്റെ ഭാഗം. ഇതാണ് ഇതിൽ വരുന്ന എംബ്രോയ്ഡറി വർക്ക്. അങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ചെറിയൊരു പൈപ്പിങ്ങും വരുന്നുണ്ട്. റേറ്റ് 1135 ആണ്.
നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഡിസൈനുകളും ഇങ്ങനെ തന്നെ വരുന്നു. ഇതാണ് പല്ല് വരിക. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. ഇതാണ് ഇതിൻ്റെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വരുന്നത്. സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്കുണ്ട്, മൈന്യൂട്ടായിട്ട് സ്റ്റോൺ വർക്കുണ്ട്, ബോർഡറും നല്ല തിക്കായിട്ടുള്ള ബോർഡറാണ് വരിക. ഇതാണ് ഇതിൽ വരുന്ന ബോർഡർ. പല്ലു വരുന്നു. ഇതാണ് പല്ലുവിലുള്ള ഡിസൈൻ. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെയാണ് വരുന്നത്. റേറ്റ് 1135 ആണ്. ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡാണ്. എല്ലാ കളർ ഷെയ്ഡുകളും നല്ല ഷെയ്ഡുകളിൽ തന്നെയാണ് വരിക. ഇങ്ങനെയാണ് ഇത് വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത് ഇങ്ങനെ വരുന്നു. ഇതാണ് ഈ ഭാഗത്ത് വരുന്ന ഈ എംബ്രോയ്ഡറി വർക്ക്. പല്ലു വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെ വരുന്നു. റേറ്റ് 1135. സാരിയുടെ മറ്റൊരു ഷെയ്ഡാണിത്. ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ പല്ലുമായിട്ട് വരുന്നു. ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വരുന്നു. സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്, മൈന്യൂട്ടായിട്ട് ഒരു സ്റ്റോൺ വർക്കും വരുന്നുണ്ട്. ഈ ഡിസൈനാണ് ഓൾ ഓവർ വരിക. ലോവർ പോർഷനിലും അതുപോലെ തന്നെ പല്ലുവിലും. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് വരുന്നു. സ്ലീവിൻ്റെ എൻഡിൽ ചെറിയൊരു പൈപ്പിങ്ങുമായിട്ട് വരുന്നു. റേറ്റ് 1135. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ബോഡി പാർട്ടിൽ സെൽഫ് ഡിസൈനിൽ തന്നെയുള്ള എംബ്രോയ്ഡറി വർക്ക് ഓൾ ഓവർ വരുന്നുണ്ട്. അതുപോലെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബോർഡർ തിക്കായിട്ട് തന്നെ വരുന്നു. ഇങ്ങനെയാണ് പല്ലുവിലെ ഡിസൈൻ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസ്. മറ്റൊരു ഷെയ്ഡാണിത്. വളരെ റെയറായിട്ടുള്ള കളേഴ്സിലാണ് ഞാനിതെല്ലാം കാണിച്ചിരിക്കുന്നത്. നമുക്കിത് ഡെയിലി വെയർ ആയിട്ട് അതുപോലെ ചെറിയ പാർട്ടികൾക്കെല്ലാം വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സാരി. പെട്ടെന്ന് വെയർ ചെയ്ത് പോകണമെന്ന് വെച്ചാലും നല്ലൊരു സാരി. വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വളരെ സോഫ്റ്റായിട്ട് കിടക്കുന്ന മെറ്റീരിയലുമാണ്. ഇങ്ങനെയാണിത് ഓൾ ഓവർ വരിക. ഇങ്ങനെ ഇതിൻ്റെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വരുന്നു. ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളറിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു. ഞാനിത് ഇത്രയും കാണിച്ചു തരുന്നത് യാതൊരു ഡൗട്ടും ഉണ്ടാകാതിരിക്കാനാണ്. കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കോളിൽ വിളിക്കുക, ഞങ്ങളത് വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ബ്ലൗസ് പീസ്. അപ്പം ഞാനിതിനകത്ത് 2 ടൈപ്പ് സാരികളാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പാറ്റേൺ ഏതാണ്ട് സെയിം തന്നെയാണ്. പിന്നെ അതിൻ്റെ ഡിസൈനിലും മെറ്റീരിയലും ഉള്ള ഡിഫറൻസാണ്. അതനുസരിച്ച് അതിൻ്റെ റേറ്റിലും വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.